അത് തുറക്കരുത്, അതൊരു ശാപമാണ്. പക്ഷെ പുറം ലോകം അത് കേട്ടില്ല. എന്താണ് അതിനുള്ളിൽ? പഴയ രാജാക്കന്മാർ ഒളിപ്പിച്ചു വെച്ച ടൺ കണക്കിന് സ്വർണമാണോ? അതോ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിവുള്ള ഏതെങ്കിലും മാരക വിഷമോ? ആ വാതിലിന്മേൽ ഒരു മുന്നറിയിപ്പ് പോലെ പഴയൊരു ഭാഷയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: സർക്കാർ ഒരു ഓഫർ പ്രഖ്യാപിച്ചു. ഈ പൂട്ട് തുറക്കുന്നവർക്ക് 100 കോടി പാരിതോഷികം. അതൊരു വെറും വാതിലായിരുന്നില്ല, മനുഷ്യൻ്റെ അഹങ്കാരത്തിനുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ആരും ഓർത്തില്ല, ആ വലിയ യന്ത്രങ്ങൾക്കും അഹങ്കാരികളായ മനുഷ്യർക്കും സാധിക്കാത്തത് ഒരുപക്ഷെ കാടിൻ്റെ മക്കൾക്ക് സാധിച്ചേക്കുമെന്ന്. ഇതൊരു സാധാരണ കഥയല്ല, ശബ്ദങ്ങൾ കൊണ്ട് പൂട്ടിയ ഒരു അത്ഭുതത്തിൻ്റെ കഥയാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ അധികമാരും കടന്നു ചെല്ലാത്ത ഒരു വനമേഖല. പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്ത ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ ആ അത്ഭുതം വെളിപ്പെട്ടത്. മണ്ണിടിഞ്ഞു മാറിയപ്പോൾ കണ്ടത് പാറക്കെട്ടുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഒരു പുരാതനമായ കരിങ്കൽ ഗുഹാമുഖമായിരുന്നു. പക്ഷേ അതൊരു സാധാരണ ഗുഹയായിരുന്നില്ല. അതിൻ്റെ കവാടം അടച്ചുറപ്പിച്ചിരിക്കുന്നത് ഭീമാകാരമായ ഒരു ലോഹവാതിൽ കൊണ്ടായിരുന്നു. ചെമ്പോ ഇരുമ്പോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, കാലത്തിനു പോലും തുരുമ്പടിപ്പിക്കാൻ കഴിയാത്ത ഒരു വിചിത്ര ലോഹം. ഗ്രാമത്തിലെ വയസ്സായ കാരണവന്മാർ പറഞ്ഞു, ഇത് തുറക്കരുത്, ഇത് യക്ഷിക്കോട്ടയാണ്, ഉള്ളിൽ കാലനെ തളച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ വാർത്ത പരന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ചരിത്രകാരന്മാർ, പോലീസുകാർ, ഒടുവിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും അവിടെ എത്തി. ആ വാതിലിന്മേൽ വിചിത്രമായ ചില ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പുരാവസ്തു ഗവേഷകർ അത് വായിച്ചെടുത്തപ്പോൾ ഞെട്ടിപ്പോയി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സത്യത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവന് മാത്രം മുന്നിൽ ഈ വാതിൽ തലകുനിക്കും. ഉള്ളിൽ എന്താണ്? പഴയ രാജാക്കന്മാർ ഒളിപ്പിച്ചു വെച്ച ടൺ കണക്കിന് സ്വർണമാണോ? അതോ മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയുന്ന അപൂർവമായ ഔഷധങ്ങളോ? അതോ മാരകമായ വിഷമോ? ആർക്കും അറിയില്ല. ഇന്ത്യയിലെ പല വിദഗ്ധരും ശ്രമിച്ചിട്ടും ആ വാതിൽ അനങ്ങിയില്ല. ഒടുവിൽ സർക്കാർ ഈ ദൗത്യം ഏൽപ്പിച്ചത് ലോകപ്രശസ്തനായ ആർക്കിയോളജിക്കൽ എഞ്ചിനീയർ ഡോക്ടർ അലക്സാണ്ടർ വില്യംസിനെയാണ്. ലണ്ടനിൽ നിന്നും വലിയ സന്നാഹങ്ങളുമായി അയാൾ ആ ഗ്രാമത്തിൽ വന്നിറങ്ങി. 6 അടി പൊക്കമുള്ള കോട്ടിട്ട, എപ്പോഴും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന, ഇന്ത്യക്കാരെ പുച്ഛത്തോടെ കാണുന്ന ഒരു മനുഷ്യൻ. അയാൾ ആ വാതിലിന് മുന്നിൽ നിന്നും ചുറ്റും കൂടി നിൽക്കുന്ന പാവപ്പെട്ട ഗ്രാമീണരെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അയാൾ തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, ലുക്ക് അറ്റ് ദീസ് പ്രിമിറ്റീവ് പീപ്പിൾ. ദേ തിങ്ക് സം മാജിക് ലോക്ക് ക്യാൻ സ്റ്റോപ്പ് മൈ ലേസർ കട്ടേഴ്സ്. നോക്കൂ, ഏതോ മാന്ത്രിക പൂട്ട് എൻ്റെ ലേസർ കട്ടറുകളെ തടുക്കുമെന്ന് ഈ വിഡ്ഢികൾ കരുതുന്നു. അയാൾ കൊണ്ടുവന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഡ്രില്ലിംഗ് മെഷീനുകൾ, കുന്നുകൾ പോലും തുറയ്ക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ. ഗ്രാമവാസികൾ പേടിയോടെ മറിഞ്ഞു. ഡോക്ടർ അലക്സാണ്ടർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചു, 1 മണിക്കൂർ, വെറും 1 മണിക്കൂർ മതി എനിക്ക് ഇതിൻ്റെ ഉള്ളിലെത്താൻ. 100 കോടിയല്ല, 1000 കോടി തന്നാലും മതിയാകില്ല എൻ്റെ ബുദ്ധിക്ക്. ആ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. യന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. കാതടപ്പിക്കുന്ന ശബ്ദം, പൊടിപടലങ്ങൾ. പക്ഷേ അത്ഭുതം സംഭവിച്ചു. ഈ ഭീമാകാരമായ ഡ്രില്ലിംഗ് മെഷീൻ്റെ കൂർത്ത മുനകൾ ആ വാതിലിൽ തൊട്ടതും വെണ്ണയിൽ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഉരുകിപ്പോയി. വാതിലിന് ഒരു പോറൽ പോലും ഏറ്റില്ല. ഡോക്ടർ അലക്സാണ്ടർ ഞെട്ടി. അയാൾ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ലേസർ കട്ടറുകൾ, അതും പരാജയപ്പെട്ടു. ലേസർ രശ്മികൾ വാതിലിൽ തട്ടി പ്രതിഫലിച്ച് അവരുടെ തന്നെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. 1, 2, 5. ഡോക്ടറുടെ മുഖത്ത് ചിരി മാഞ്ഞു. പകരം ദേഷ്യം വന്നു. അയാൾ ആ വാതിലിനെ തൊഴിച്ചു, അലറി വിളിച്ചു, ഇതെന്താണിത്? ഇതിനുള്ളിൽ കാന്തമാണോ? അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മെലിഞ്ഞ
മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പയ്യൻ മുന്നോട്ട് വന്നത്. അവൻ്റെ പേര് കേശു. കേശുവിന് കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു. അവൻ ജനിച്ചപ്പോഴേ അന്ധനാണ്. അവന് കേൾവിശക്തി അപാരമായിരുന്നു. കാറ്റിൽ ഇല അനങ്ങുന്ന ശബ്ദം പോലും അവന് തിരിച്ചറിയാം. ഗ്രാമത്തിലെ അമ്പലത്തിൽ ശംഖ് വിളിച്ചിരുന്ന ജോലിയായിരുന്നു അവൻ്റെ അച്ഛന്. അച്ഛൻ മരിച്ചപ്പോൾ ആ ശംഖ് കേശുവിന് കിട്ടി. കേശു വടികുത്തി ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി മുന്നോട്ട് വന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സായിപ്പേ, യന്ത്രം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് ഇത് തുറക്കേണ്ടത്. ആ വാതിൽ കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? ഇത് കേട്ട ഡോക്ടർ അലക്സാണ്ടർ പൊട്ടിച്ചിരിച്ചു. ഹൂസ് ദിസ് ബെഗർ? ആരാണീ തെരുവ് പിച്ചക്കാരൻ? പോലീസുകാർ കേശുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കേശു വിട്ടില്ല. അവൻ പറഞ്ഞു, സാറേ, എന്നെ വിശ്വസിക്കൂ. ഈ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹം കൊണ്ടല്ല, ശബ്ദ തരംഗങ്ങൾ കൊണ്ടാണ്. ഇതിന് വേണ്ടത് ഇടിമുഴക്കമല്ല, സംഗീതമാണ്. ഡോക്ടർ അലക്സാണ്ടർ കേശുവിൻ്റെ അടുത്തെത്തി. അവൻ്റെ ചുമലിൽ പിടിച്ചു തള്ളി. നീയാണോടാ എന്നെ പഠിപ്പിക്കുന്നത്? എനിക്ക് തുറക്കാൻ കഴിയാത്തത് നീ തുറക്കുമോ? എങ്കിൽ വാ, നീ ഇത് തുറന്നാൽ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ തോൽവി സമ്മതിച്ച് എൻ്റെ കയ്യിലുള്ള ഈ 10 ലക്ഷം രൂപയുടെ വാച്ച് നിനക്ക് സമ്മാനമായി തരും. പക്ഷേ തുറന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ അടയ്ക്കും. ഗ്രാമത്തലവൻ കേശുവിനെ തടയാൻ നോക്കി. പക്ഷെ കേശു ആ വെല്ലുവിളി ഏറ്റെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ ശ്വാസം അടക്കിപ്പിടിച്ചു. കേശു ആ വലിയ വാതിലിന് മുന്നിൽ പോയി നിന്നു. അവൻ ആ വാതിലിൽ തൊട്ടു നോക്കിയില്ല. പകരം അവൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് പഴയ മുഷിഞ്ഞ ഒരു ശംഖ് പുറത്തെടുത്തു. ഡോക്ടർ പരിഹാസത്തോടെ നോക്കി നിന്നു. കേശു കണ്ണുകൾ പൂട്ടി. ഗുഹയിലെ കാറ്റിൻ്റെ ഗതി അവൻ ശ്രദ്ധിച്ചു. അവൻ മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു ആ വാതിലുണ്ടാക്കുന്ന സൂക്ഷ്മമായ വിറയൽ, അതായത് വൈബ്രേഷൻ. അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് കേശു ആ ശംഖ് ചുണ്ടോട് ചേർത്തു. അവൻ ഊതിയില്ല. ആദ്യം ഒരു ചെറിയ മൂളൽ മാത്രം. ഓ! ആ ഗുഹ മുഴുവൻ അതൊരു മുഴക്കമായി മാറി. പിന്നെ അവൻ ശക്തിയായി ശംഖൂതി. ആ ശംഖുനാദം ഗുഹയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഡോക്ടർ അലക്സാണ്ടർ ചെവി പൊത്തി. ആ ശബ്ദത്തിനൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. അത്ഭുതം! ആ ഭീമാകാരമായ ലോഹവാതിലിലെ ലിപികൾ പെട്ടെന്ന് നീല നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. വാതിലിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു മണിയടിക്കുന്ന ശബ്ദം കേട്ടു. ആർക്കും വിശ്വസിക്കാനായില്ല. യന്ത്രങ്ങൾ തോറ്റെടുത്ത് ഒരു അന്ധബാലൻ്റെ ശ്വാസം ജയിക്കുന്നു. ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തോടെ നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന ആ വാതിൽ 2 ചിറകുകൾ പോലെ മെല്ലെ തുറന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് സ്വർണമായിരുന്നില്ല. ഉള്ളിൽ നിറയെ താളിയോല ഗ്രന്ഥങ്ങളായിരുന്നു. മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ വിധികൾ എഴുതിയ അപൂർവ ഗ്രന്ഥങ്ങൾ. സ്വർണത്തേക്കാൾ വിലമതിപ്പുള്ള അറിവ്. ഡോക്ടർ അലക്സാണ്ടർ തറയിലിരുന്നു പോയി. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ആ നിമിഷം തകർന്നു തരിപ്പണമായി. അദ്ദേഹം കേശുവിൻ്റെ അടുത്ത് വന്ന് വിറയ്ക്കുന്ന കൈകളോടെ ആ 10 ലക്ഷത്തിൻ്റെ വാച്ച് ഊരി നൽകാൻ ശ്രമിച്ചു. പക്ഷേ കേശുവിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാഹിബേ, എനിക്ക് സമയം നോക്കാൻ കണ്ണില്ല. എനിക്ക് വേണ്ടത് ഈ വാച്ചല്ല. എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്കൂളാണ്. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഈ വാതിൽ നമ്മളെ പഠിപ്പിച്ചു. ആ അറിവ് ഏവർക്കും കിട്ടണം. ഇത് കേട്ടപ്പോൾ കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ അലക്സാണ്ടർ കേശുവിൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. ഇല്ല, നീ അന്ധനല്ല, ഞങ്ങളാണ് അന്ധർ, അഹങ്കാരം കൊണ്ട് കാണാതായവർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ കഥകൾ കേൾക്കാൻ വോയിസ്ലി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.